Dear brothers and sisters in Christ, greetings to you all. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സഹോദര സഹോദരന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. Just very familiar word, and just I want to read for you. Jeremiah chapter 4, verse 3 and 4. ഏറ്റവും സുപരിചിതമായ ഒരു വാക്യം പ്രാരംഭമായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. For thus says the Lord to the men of Judah and Jerusalem, break up your fallow ground and sow not among the thorns. Circumcise yourselves to the Lord, remove the foreskin of your hearts, O men of Judah and inhabitants of Jerusalem, lest my wrath go forth like fire and burn with none to quench it. യിരെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. യഹൂദ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഒഴുവിൻ. യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാത്തവണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളയുവിൻ. Just a very familiar words. I want to just concentrate on only one words. The chapter 4, verse only 3. We'll look into only chapter 3, verse 3. നമുക്ക് സുപരിചിതമായ ഒരു ഭാഗമാണ്. അതില് 3-ാമത്തെ വാക്യത്തിലേക്ക് മാത്രം ഇന്നത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. We'll look into our hearts and look towards Jesus Christ. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, Lord, thank you, Lord, for the wonderful timings you have given in our lives, Lord. Thank you for bringing us to this place and praising you, worshiping you, Lord. Lord, we are coming to thy presence and, Lord, hearing to thy word, Lord. Lord, we are trying to learn from the verses that I have given from the Jeremiah chapter 4, verse 3 and 4, Lord. Oh, Lord, speak to us and open our hearts so that we can learn to you and help us and help we also in translation and open our each and everyone, Lord. Teach us, Lord. Lord, we are looking towards and for thy help, Lord. In Jesus' precious name I pray. Amen. Amen. I am really wondering for last 3-4 weeks, I am struck with this verse. ഈ ഒരു വാക്യത്തിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് അതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. When Nabi told me that my time of message is almost the last month, 3rd week, I suppose, almost 1 month back. സാറിന്റെ ചാൻസ് ഈ ടേൺ വന്നിരുന്നത്, ശുശ്രൂഷയുടെ ടേൺ വന്നിരുന്നത് കഴിഞ്ഞ മാസം ലാസ്റ്റ് ആയിരുന്നു. എന്നാല് ഇത്രയും സമയം ദൈവം കൊടുത്തു. And in between so many guests came and many times I got this chance because sometimes I struck with some words and I'm not able to complete why God has want to give some more time for fulfilling his message. പല ആഴ്ചകളിലും അതിഥികളായിട്ട് നമുക്ക് സഹോദരന്മാർ വന്നതുകൊണ്ടാണ് ഈ രീതിയിൽ സമയം കിട്ടിയത്. എന്നാൽ ചില വാക്യങ്ങളിൽ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഉടക്കി നിൽക്കുകയായിരുന്നു. അതിന് മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിച്ചില്ല. ദൈവം അതിൽ നിന്നുള്ള കൂടുതൽ ചിന്തകൾ തരുവാനായിട്ടുള്ള സമയവും ദൈവം എനിക്ക് നൽകുകയുണ്ടായി. Okay. However, few words and this is Jeremiah. When we think of the history of Prophet Jeremiah, it's almost 2650 years old prophecy. യിരെമ്യ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ആ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് 2650 BC അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ നടന്ന സംഭവമാണ് യിരെമ്യ പ്രവചനന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. Is it relevant to us now? ഈ അത്രയും പഴകിയ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടന്ന സംഭവം നമുക്കിന്ന് പ്രസക്തമായ കാര്യമാണോ ഇന്ന് ഈ നിലയിൽ നമ്മളായിരിക്കുമ്പോൾ? We may say that it is for the Judah, it is the people of Jerusalem, it's not for us. ഒരുപക്ഷെ നാം പറയുമായിരിക്കും യഹൂദ പുരുഷന്മാർക്കും യെരൂശലേം നിവാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന്. Is it true? അങ്ങനെയാണോ? Why this is so relevant for us now? എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇത് ഏറ്റവും പ്രസക്തമായ വാക്യങ്ങളായിട്ട് അല്ലെങ്കിൽ സന്ദേശമായിട്ടായിരിക്കുന്നത്? Because this is for the Judah and Jerusalem, people of the men. It clearly says, the Lord says to the men of Judah and Jerusalem. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് യഹൂദ പുരുഷന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്ന് പറഞ്ഞാണ് പറയുന്നത്. It is relevant for us because it is for the people of deliverance.
വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിടുവിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യരോട് ദൈവം സംസാരിക്കുന്ന വാക്യങ്ങളായിട്ട് ഇതായിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. These people, they have delivered from the iron yoke of Pharaoh and landed in the promised land, and God says to the people of Judah and Jerusalem, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവരുടെ വാഗ്ദത്ത ദേശത്ത് ആക്കി വച്ചിരിക്കുന്ന ആ ദേശത്തെ ജനത്തോടാണ്, ദേശനിവാസികളോടാണ് ദൈവം ഇത് സംസാരിക്കുന്നത്. The same thing, it is relevant for us as a believers. It is so much relevant for each and every word that God has given. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ വാക്യങ്ങളും, ദൈവം നൽകിയിരിക്കുന്ന എല്ലാ വാക്യങ്ങളും ഇന്നും നമുക്ക് ഓരോരുത്തർക്കും പ്രസക്തമായിട്ടുള്ളതാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. What God says in 1 Peter chapter 2 verse 9 onwards. 1 പത്രോസ് chapter 2 verse 9 onwards, very familiar verses. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. But you are a chosen race, a royal priesthood, a holy nation, and a people of his own possession, that you may proclaim his excellencies of him who called you out of the darkness in his marvelous light. Verse, please. 1 Peter chapter 2 verse 9 onwards. 9 മുതലുള്ള വാക്യം. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും 1 പത്രോസ് 1 Peter chapter 2 verse 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിന്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. Because we are a chosen race, we are a chosen people, and it is highly relevant. These verses are relevant for us if we believe that we are chosen by God. നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം ഇത് വിശ്വസിക്കുകയാണെങ്കിൽ, അതായത് നാം അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങൾ നമുക്ക് പ്രസക്തമാണെന്നുള്ളത് തെളിവായിട്ടിരിക്കുന്നു. So what God says for each one of us. എന്നാണ് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരോടും പറയുവാനായിട്ട് ഉള്ളത്. The Lord says for the men of Judah and Jerusalem, break up your fallow ground and sow not among thorns. യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവിൻ. What is this message? എന്താണ് ഈ സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Break up your fallow ground and sow not among thorns. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം ഉഴുവിൻ. Do we have what is meant by fallow ground? എന്താണ് ഈ തരിശു നിലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്കറിയാവോ? Most of you are almost all. I believe that last COVID time you started cultivating or growing your vegetables in grow bags or something like that, or some people might be very much interested in farming something like that. നമ്മൾ മിക്ക പേര് തന്നെ കോവിഡ് സമയത്തൊക്കെ കൃഷിയിലും അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയിലൊക്കെ ഏർപ്പെട്ടവരാണല്ലോ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതുമായിട്ട് പരിചയമുള്ളവരാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. Just try to relate even growing crops in small pots or small grow bags or in a big farming, almost all process is same. നമ്മൾ ചെറിയ ചെടിച്ചട്ടികളിലാണ് അത് പച്ചക്കറികളോ തന്നെ മറ്റും വളർത്തുന്നതാണെങ്കിലും വലിയ നിലങ്ങളിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും അതിന്റെ പ്രക്രിയകളെല്ലാം ഏകദേശം തുല്യമായത് തന്നെയാണ്. What happens if you are not cultivating anything in the grow bags? നമ്മൾ ആ ഗ്രോ ബാഗ്സിൽ കൃഷി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? If not cultivating anything in the fields, what happens? നമ്മൾ കൃഷി നിലങ്ങളിൽ അല്ലെങ്കിൽ ആ ഇടങ്ങളിൽ നാം കൃഷി ചെയ്താൽ എന്ത് സംഭവിക്കും? What happens? എന്താ സംഭവിക്കുന്നത്? Yeah, the ground will become strong and the weeds will come and it's become waste. അതേപോലെ മണ്ണ് ഉറയ്ക്കുവാനായിട്ട് ഇടയാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കളകൾ വരുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. That is regarding the farming. അതാണ് കൃഷിയുമായി ബന്ധപ്പെട്ടായിരിക്കുന്ന കാര്യം. If you believe that our life is like farming, it's very similarity. കൃഷിയുമായിട്ട് നമ്മുടെ ജീവിതവും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. Do you believe that we have so many challenges in our life that is we are facing today? ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങളുടെയും കാരണം നമുക്കറിയാമല്ലോ. Name just few problems that is coming up.
നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ചസ്, അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാമോ? We have our own personal problems, financial problems, economic problems, and spiritual problems. നമുക്ക് ആത്മീയമായ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. Now only brother has announced that we are not coming for the daily regular weekly prayers, and a lot of attendance is coming down regularly. ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത സമയത്ത് പ്രാർത്ഥനാ യോഗങ്ങളിൽ വരുന്ന അംഗസംഖ്യ കുറഞ്ഞു വരുന്നു എന്നതിനെ കുറിച്ച് അനൗൺസ് ചെയ്തല്ലോ. Few things I will just want to list out our challenges that is coming in our lives. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ ഒന്ന് പറയുവാനായിട്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്യുവാനായിട്ട് ഞാൻ ശ്രമിക്കുക. Spiritually it is like atheists are growing in our churches. Is it true? നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമ്മുടെ സഭാ ജീവിതത്തിലേക്കും അത് കടന്നു വരാറില്ലേ? Especially in Christian families, atheism is increasing generation to generation. നിരീശ്വരവാദിത്വം എന്ന് പറയുന്ന കാര്യം സഭയിലോ അല്ലെങ്കിൽ തലമുറകളിലായിട്ട് അത് വർദ്ധിച്ചു വരുന്ന കാര്യമായിട്ടായിരിക്കുന്നു. And there is an increasing drugs problem. മയക്കുമരുന്നിന്റെ ഉപയോഗം അനവധിയായിട്ട് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നു. Separated families, increasing divorce rates. ഡിവോഴ്സിന്റെ എണ്ണങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് വിട്ടുപിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങൾ. Nowadays, younger generation are thinking that we don't want to marry. Why marriage? We will live together. Why this is a contract? It is a big nuisance. The families are running families is a tough, and we don't want families. We don't want to marry. Yes. We will live like that. ഇന്നത്തെ യുവതലമുറകളൊക്കെയും ചിന്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വിവാഹം കഴിക്കുന്നത്? ആ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് ഞങ്ങളുടെ ജീവിതം എന്തിനാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെച്ച് ജീവിതങ്ങൾ നശിപ്പിക്കുന്നത്? അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതുകൊണ്ട് വിവാഹം തന്നെ വേണ്ട എന്നുള്ള ആ ഒരു ആശയത്തിൽ മുന്നോട്ട് പോകുന്ന യുവതലമുറ. And sometimes increasing prosecutions. അതുപോലെ പീഡനങ്ങളുടെ വർധന ഉണ്ടാകുന്നു. And inaccessibility to spiritual news, because nowadays there are a lot of restrictions that are coming up in preaching, either it's open air or open meetings. Lot of restrictions are coming up. പരസ്യയോഗങ്ങൾക്കും അല്ലെങ്കിൽ ആത്മീയമായ വാർത്തകൾക്കും വളരെയധികം പ്രതിസന്ധികളും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. And lot of laws were made for anti-conversion laws. അതുപോലെ മതമാറ്റ നിരോധന നിയമം എന്നുള്ള രീതിയിൽ അനേക കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. Not only that, there is increasing new diseases. അത് മാത്രമല്ല പല പുതിയ രോഗങ്ങളും സമൂഹത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. Increasing calamities, disasters in and out. അനേകം ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. And we are hearing the news of wars and continuing wars in our last one and a half year wars are we are listening. യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. Going on telling the list is unending. അത് ആ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അവസാനിക്കാത്ത നിരയായിട്ട് അത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. Because all these problems, I feel that these are all the fallow lands that is God is given for us. അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ തരിശു നിലങ്ങൾ തന്നെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. All these problems are the fallow lands. We can compare all these problems with the fallow lands. ഈ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ആ തരിശു നിലത്തോട് താരതമ്യപ്പെടുത്തി പറയുവാനായിട്ട് സാധിക്കും. And God tells each one of a believer that you just break up the fallow lands. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ആ തരിശു നിലങ്ങളെ നാം ഉഴണം. How we can do it? എങ്ങനെ നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും? Can we do it? നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കുമോ? It is responsible because the commitment or the God has given a law for each one of us. If you are a disciple of Him, that God has given, go and spread the gospel for each one of the ends of the world. I am with you. That is the great commission that God has given for each one of us. ദൈവ മക്കളായിട്ട് തീർന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവവചനം നൽകിയിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് പരക്കണം, അതിന് വേണ്ടി നമ്മൾ ഉത്സാഹിക്കണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിട്ടായിരിക്കുന്നു. When God has given such a commitment, such a commandment for each one of us, shall we forget the commandment that God has given for us? പ്രിയമുള്ളവരെ, ആ ഒരു വലിയ കൽപ്പന ദൈവം നൽകിയിരിക്കുമ്പോൾ ആ കൽപ്പന നാം മറന്നുപോകുന്നവരായി തീർന്നിട്ടുണ്ടോ? This many areas are concerning each one of us. പ്രിയമുള്ളവർ, ഈ മേഖലകളൊക്കെ നമുക്ക് ആശങ്കകുലരാക്കേണ്ടുന്ന വസ്തുതകളായിരിക്കുന്നു. How we are going to address these problems? ഈ വസ്തുതകളെ നാം ഏത് രീതിയിലാണ് ചിന്തിക്കുവാനായിട്ടും അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുവാനായിട്ടും നാം പോകുന്നത്? Imagine Prophet Jeremiah in his own time
almost all, he preached for the people nearly 40 years. യിരെമ്യാവിന്റെ കാലത്ത് യിരെമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 40 അധികം വർഷങ്ങൾ താൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പ്രവർത്തിച്ചതായിട്ട് നാം മനസ്സിലാക്കി. And during the reign of 5 kings, 5 രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ താൻ അവിടെ ആയിരുന്നു. and that is the background. God says the word that break up the fallow ground, because here is very simple. I am just trying to break up the words, like break up your fallow ground and sow not among thorns. ആ കാലഘട്ടത്തിലാണ് ദൈവം അവിടെ ഈ വചനങ്ങൾ വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങളുടെ തരിശു നിലങ്ങളെ ഒഴുവിൻ. And here it says your. അവിടെ പറയാണ് നിങ്ങൾ എന്ന്. And I just want to go this like this, because yes, I am a agriculture student. I studied fallow ground is a different way. Is that a fallow ground is 2 types of fallow grounds are there. സാറ് അഗ്രികൾച്ചർ വിദ്യാർത്ഥി ആയിരുന്നത് കൊണ്ട് തന്നെ 2 രീതിയിലുള്ള തരിശുലങ്ങൾ ഉണ്ട് എന്നുള്ളത് സാറ് മനസ്സിലാക്കുന്നുണ്ട്. One is not at all cultivated. ഒരു നിലം എന്ന് പറയുന്നത് ഒരു കൃഷിയും ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത നിലം എന്നുള്ള രീതിയിൽ. The second one is it's cultivated and left for some few years. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് ഒരിക്കൽ കൃഷി ചെയ്തതാണ്, പിന്നെ അതിനുശേഷം അത് പിന്നെ കൃഷിയൊന്നും ഇല്ലാതെ വെറുതെ ഇട്ടിരിക്കുന്ന പ്രദേശം. And we'll go like this. One is not at all cultivated, one area. The second area is cultivated and left out. The third is spiritual fallow lands. This is the 3 types. Will go like that. നാം ഈ 3 തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഇതുവരെയും ഉപയോഗിക്കാത്ത, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു നിലം എന്നുള്ള രീതിയിലും, രണ്ടാമത് അത് ഒരിക്കൽ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഒരു ഉപയോഗവും ഇല്ലാതെ കൃഷി ചെയ്യാത്ത രീതി കിടക്കുന്ന ഒരു പ്രദേശം. മൂന്നാമതായിട്ട് ആത്മീയ അർത്ഥത്തിൽ ഈ തരിശു നിലം ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചിന്തിക്കുവാനായിട്ട് there is a catchword. So God is telling that sow not among thorns. Why this is one more catch? ഒരു കാര്യം കൂടെ ദൈവം അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത്. Why? എന്തുകൊണ്ടാണ്? We are hearing so many messages. We are really blessed with so many messages. ഈ ആശയവുമായി ബന്ധപ്പെട്ട അനേക ചിന്തകളും സന്ദേശങ്ങളും നാം പല തവണയായിട്ട് കേട്ടിട്ടുള്ളതാണ്. Just try. എന്തുകൊണ്ടാണ് മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത് എന്ന് പറഞ്ഞത്? ശ്രമിച്ചു നോക്കാം, പറയാമോ? വിളവ് തരത്തില്ല. Now we heard so many times the parable of sower. നാം വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമയെ കുറിച്ച് നാം പല തവണ കേട്ടിട്ടുള്ളതാണല്ലോ. Matthew chapter 13, Mark chapter 4 and Luke chapter 8. These 3 verses, chapters you can read, and very specifically it is why in the parable of a sower God tells that there is some seeds that fallen onto the ground where there are the thorns are there. നമ്മൾ ആ വിതയ്ക്കുന്നതിന്റെ ഉപമയെ കുറിച്ച് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ, മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിലൊക്കെ നാം ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ വിത്ത് വിതയ്ക്കുന്ന ഒരു നിലത്തില് അവിടെ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. And finally, one linking, because Matthew says 2 reasons. മത്തായി സുവിശേഷത്തിലോട്ട് വരുമ്പോൾ 2 കാരണങ്ങളാണ്. Matthew chapter 13 verse 22. മത്തായി സുവിശേഷം 13-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. There is 2 reasons: the cares of the world and deceitfulness of the riches. അവിടെ 2 കാരണങ്ങളാണ് അതിനുവേണ്ടി നിരത്തുന്നത്. ഒന്ന് ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും. And finally the result is that it is no fruitfulness. അവിടെ ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെ അത് കാരണം പറയുന്നത്. Mark chapter 4 verse 19. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നാം അവിടെ ഇങ്ങനെ കാണുന്നു, ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും ഞെരുക്കി നിശ്ചലമാക്കി തീർക്കുന്നതാകുന്നു. And here third one is coming up: the cares of the world, the deceitful of the riches, and the desires for other things.
അതുപോലെ മറ്റു വിഷയ മോഹങ്ങളും എന്നുള്ള ഒരു പുതിയ കാര്യം കൂടെ ഇവിടെ മർക്കോസിൽ നാം കാണുന്നു. And we'll turn to Luke chapter 8 verse 14. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണഫലം കൊടുക്കാത്തവരത്രേ. Finally, the fruit does not mature. That is the word says. ഈ എല്ലായിടത്തും നാം കാണുന്നത് അവിടെ ഫലം കൊടുക്കാത്തവർ എന്നുള്ള രീതിയിലാണ്. So because these are why God tells us the cares of the world, the deceitfulness of the riches, and the passions of the desires for the other things, or the pleasures of the life are the three reasons that finally make us no fruitful. അവിടെ ആ ഫലം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഒന്ന് ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റു പല വിഷയങ്ങളും ചേർന്നാണ് നമ്മുടെ ഫലം ഇല്ലാതാക്കി കളയുന്നതെന്ന് വായിക്കും. That's why God tells us, because be cautious while putting the good seeds into the ground where thorns are there. അതുകൊണ്ടാണ് ദൈവാത്മാവോട് പറയുന്നത്, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കരുത്, നല്ല നിലത്ത് മാത്രമേ വിതയ്ക്കാവൂ എന്ന്. And doesn't mean that, how can we find out that thorns are going to happen or thorns are going to come, so that we cannot go and seed in such areas. നമുക്കെങ്ങനെ അറിയുവാനായിട്ട് കഴിയും നേരത്തെ ഈ മുള്ളുകൾ മുളയ്ക്കത്തില്ലാത്ത സ്ഥലം എവിടെയാണ് എന്താണെന്നുള്ളത്? അതിനനുസരിച്ചല്ലേ വിതയ്ക്കാൻ പറ്റൂ എന്ന് നാം ചിന്തിക്കാൻ സാധ്യതയുണ്ട്. Do we know that there are going to be a thorns that is going to come in the future? ഒരുപക്ഷെ ഭാവിയിൽ അവിടെ മുള്ളുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് നാം ചിന്തിക്കും. No, we don't know. നമുക്കറിയത്തില്ല. It's impossible to know that what is going to come, but our duty is going on seeding in new areas. എന്നാൽ അത് നമുക്ക് അറിയുവാനായിട്ട് ഒരുപക്ഷെ സാധിക്കത്തില്ലായിരിക്കും. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ തരിശു നിലങ്ങൾ, നല്ല നിലങ്ങൾ നോക്കി അവിടെ വിതയ്ക്കുക എന്നുള്ളതാണ്. That's why Paul passionately telling to his beloved disciple Timothy. അത് തന്നെയാണ് തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യവും. And 2 Timothy chapter 2 verse 1 and 6 and 7. 2 Timothy chapter 2. Yeah. And that is a very familiar verse. Many times we read these verses. My child, be strengthened by the grace that is in Christ Jesus. 2-ാം അധ്യായം 1-ാം വാക്യം, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. And he says in verse 6, that hard working farmer who ought to have the first share of the crops. അവിടെ 6-ാം വാക്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. And if we feel that every believer is a farmer and the farmer has to work hard continuously. പ്രിയമുള്ളവരെ, ഓരോ വിശ്വാസിയും എന്ന് പറയുന്നത് കൃഷിക്കാരനാണ്. അവര് അധ്വാനിക്കേണ്ടത്, ഈ രീതിയിൽ അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. Because imagine the cultivation or farming is a very tough and arduous task. ഈ കൃഷി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കായിക അധ്വാനം വളരെ വേണ്ടുന്ന ഒരു ജോലിയായിരുന്നു കൃഷി എന്ന് പറയുന്നത്. Imagine these words are written almost 2000 years back in the New Testament, and before that in the Jeremiah time it is almost how many years? It is 2650 years, and we know that agriculture is almost already 6000 years old. ഈ പുതിയ നിയമ പുസ്തകം നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. യിരെമ്യാ പ്രവചന പുസ്തകം അതിനു മുമ്പേ എഴുതപ്പെട്ടതാണ്. ആ കാലയളവിൽ തന്നെയും ഈ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും പ്രബലമായി നിന്ന ഒരു ജോലി കാര്യം തന്നെയായിരുന്നു. And here it says that the hard working farmer has to work hard continuously. ഈ കൃഷിക്കാരൻ ഏറ്റവും അധ്വാനിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഇവിടെ ഈ ഭാഗത്ത് നാം കാണുന്നു. He has to plow. അവൻ അത് ഉഴയേണ്ട ആവശ്യമുണ്ട്. He has to put seeds. അവൻ വിതയ്ക്കേണ്ടത് ആവശ്യമുണ്ട്. And he has to apply fertilizers, irrigation,
or waiting for the rains and harvesting, like that. Different stages of farming is there. അതിന്റെ കള പറിച്ചു കളയണം, അല്ലെങ്കിൽ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, ആവശ്യമായ വെള്ളം നൽകേണ്ടതായിട്ട് വരും, ദൈവത്തോട് മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടത് വരും, അതുപോലെ വിളവെടുക്കേണ്ടുന്ന സാഹചര്യം വരും. അതുപോലെ അനേക പ്രക്രിയകൾ അതിൽ ഉള്ള കാര്യമാണ്. But every time, everything is not in his own control. എന്നാൽ ഓരോ പ്രക്രിയയും അല്ലെങ്കിൽ ഓരോ കാര്യവും അവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല എന്ന് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. Imagine, he will keep the seeds, whether the seeds are going to germinate or not, how he knows? It is not his duty. Even though he is going to keep the seeds, but seeds may not germinate. The seeds germination depends upon the so many processes. That is the God's work. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ കൃഷിക്കാരൻ ഒരു വിത്ത് നിലത്തിടുമ്പോൾ അത് മുളച്ചു വരുമോ എന്നുള്ളതിൽ യാതൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ ഉറപ്പും ആ കൃഷിക്കാരന് നൽകുവാനായിട്ട് കഴിയത്തില്ല. അത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ് അതിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രക്രിയയും നടന്നത് മുളച്ചു വരുമെന്നുള്ളത്. അപ്പോൾ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ആ കൃഷിക്കാരന് യാതൊരുവിധ നിയന്ത്രണവും അതിൽ ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. And he has to wait for the rains, whether rain is coming or not. That is also unpredictable. He has to depend on the God. മാത്രമല്ല, മഴ പെയ്യേണ്ടത് ആവശ്യമുണ്ട്, എന്നാൽ മഴയും അദ്ദേഹത്തിന്റെ കൺട്രോളിലല്ല, നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നന്നാൽ മാത്രമേ അതിൽ മഴയും ലഭിക്കത്തുള്ളൂ. Sometimes the pests, insects may come. That is also not in his control. ഒരുപക്ഷെ ഈ ചെടികളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രാണികളൊക്കെ വന്ന് ഇതിനെ നശിപ്പിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ ഒരു പരിധി കഴിഞ്ഞാൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. These all things are there. These things teaches us that we have to depend on God for each and every help. ഈ കാര്യം നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ പ്രക്രിയയിലും എല്ലാ പ്രോസസ്സിലും ദൈവത്തിൽ നാം പൂർണ്ണമായിട്ടും ആശ്രയിക്കണം, നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം എന്നത് തന്നെയാണ്. One believer says that it is a agriculture is a joint venture between the God and the farmer. ഒരു വിശ്വാസി ഇങ്ങനെ പറയുകയുണ്ടായി, ഒരു കൃഷി എന്ന് പറയുന്നത് ആ കൃഷിക്കാരനും ദൈവവുമായിട്ടുള്ള ഒരു കൂട്ട് പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. Our spiritual life is also a joint venture. It is we have to do every day, and God will help us to growing in His spirituality. നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. നമ്മുടെ പ്രവൃത്തികൾ പലതും നാം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളതായിട്ടുണ്ട്. എന്നാൽ അതിലെല്ലാത്തിനും ഉപരി ദൈവത്തിന്റെ നിയന്ത്രണവും അല്ലെങ്കിൽ ആശ്രയവും അതിലുണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. When we are going to go and plow the new lands, the same thing we have to depend on God's help for each and every activity. നമ്മൾ ആ തരിശുനിലങ്ങൾ ഉഴുവാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഉഴുമ്പോൾ അതേ കാര്യം തന്നെ അവിടെയും വേണം. ആ കർത്താവിലുള്ള ആശ്രയം നമുക്ക് പൂർണ്ണമായിട്ട് ഉണ്ടായിരിക്കും. When we are going to open up the new ground, that is when you are going and preaching the new areas, for everything we have to depend on God's help. ഒരുപക്ഷെ ഒരിക്കലും സുവിശേഷമോ ദൈവത്തിന്റെ വചനമോ എത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് ദൈവത്തിന്റെ വചനം എത്തിക്കുമ്പോൾ അതിലും പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ആശ്രയിച്ചുകൊണ്ട് വേണം നാം ആ പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു കാര്യം അവിടെ നിവർത്തിക്കേണ്ടത്. At this point of time, I want to bring two missionary characters before you. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ രണ്ട് മിഷണറിമാരെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Very familiar characters. One is William Carey. ഒന്നാമത്തേതായിട്ട് നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള വില്യം കേറി എന്ന. And recently I read a book about Midun Johnny, our own brother. നമ്മുടെ സഹോദരനായിട്ടുള്ള മിഥുൻ ചോണിയുടെ ആ കഥ അല്ലെങ്കിൽ ആ ചരിത്രം ഞാൻ ഈ കാലയളവിൽ വായിക്കുവാനായിട്ടിടയായി. Imagine in which circumstances or under what circumstances they have went for the missionary work. ഏത് സാഹചര്യത്തിലാണ് ഏത് സന്ദർഭത്തിലാണ് അവർ ആ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുവാൻ അല്ലെങ്കിൽ അത് ചെയ്യുവാനായിട്ട് അവർ മുതിർന്നു പോയത്. And few things about William Carey. William Carey, he's during the time of 17 he's born around 1760s. വില്യം കേറിയെ കുറിച്ച് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വില്യം കേറി ജനിച്ചത് ഏകദേശം 1760 ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജനിച്ചത്. And he landed in India in 1793. 1793 അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്. If you read his missionary life history, it is so fascinating. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. He says that when he is very young, he is around 20-21 years old. One of his pastor is telling that Jesus Christ has 12
disciples after Jesus Christ has ascended, and after that all the disciples were died and almost all his work is also closed. ഈ ഇദ്ദേഹത്തിന് വില്യം കേറിക്ക് ഏകദേശം 20 വയസ്സായിരുന്ന സമയത്ത് യുവാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചർച്ചിലെ പാസ്റ്റർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതകാലത്ത് 12 ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം ആ 12 ശിഷ്യന്മാർ മരിക്കുകയും അതിനുശേഷം ആ ഒരു ഉത്തരവാദിത്വം അവിടെ തീരുകയും ചെയ്തു എന്നിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. Then it's true that it is almost less the God's work has been closed, and there is no more commandment or nothing is there. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ കൽപ്പനകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ പറഞ്ഞു. And that is the challenge that is given by the pastor to him, and he told that Kerry, are you ready for giving a message about this? ഈ ഒരു ചലഞ്ചാണ് വില്യം കേറിയുടെ മുമ്പാകെ പാസ്റ്റർ ഉന്നയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജ് തയ്യാറാക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. Then believes that yes, it is not only that, the other challenge is that if God wants his message, his gospel message to be spread, he will bring his own methodologies. He don't want anybody, any missionary to come to go from England to any other place of the world. God has his own plans and own methodologies so that he will spread his own message. അതുപോലെ ആ സന്ദേശത്തിൽ നിന്ന് അനേകർ മെത്തഡോളജീസ് പശ്ചാത്തലത്തിൽ നിന്നുള്ള അനേകർ വന്നിട്ട് ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തണം എന്നുള്ള ഒരു വെല്ലുവിളിയും അതിനോടനുബന്ധിച്ച് നൽകി. Then but after some time Kerry has got up and he started preaching that no, God has given a great commission in Matthews. It is, as a believers, it is responsibility of each and everyone to spread the gospel. It is the God's method that we have to become a messengers of his message. വില്യം കേറി എഴുന്നേറ്റ് നിന്ന് ഇതിൽ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ദൈവം മത്തായിയുടെ സുവിശേഷത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഓരോ വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ സുവിശേഷത്തിന്റെ വാഹകരാകണം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും അതിനുവേണ്ടി മുതിരിടണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ സന്ദേശം നൽകുകയുണ്ടായി. Then a message came when at the time Dr. Thomas, one missionary is there. Then at the time some few people used to support them, and he decided that God has given a call for him, and he left with his wife, his children. Only he has taken one child and came to India, landed in Calcutta. Then the rest is history, that we are now here because of one of his activity. ഈ വില്യം കേറി ആ മെസ്സേജിന് ശേഷം അനേകർ തന്നെ സപ്പോർട്ട് ചെയ്യുകയും ആ സന്ദേശം സ്വയമായിട്ട് ഏറ്റെടുത്ത് താൻ ഈ ഭാരതത്തിലേക്ക് തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ ഒരു കുഞ്ഞിനെ മാത്രം കൊണ്ട് കൊൽക്കത്തയിലേക്ക് വരികയും അതിനുശേഷം ഇന്ത്യയിൽ നടന്ന പരിവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ടാണ് നാമും ഇവിടെ ആയിരിക്കുന്നത്. And I am seeing that he wrote a letter. He knows that if he is going to tell this news to his father won't allow, his wife won't allow. But what happened is he has not told his father about the commission that God has given to him, and he told his wife, but wife told that no, I won't come, leaving all these things. That finally he decided that the desire for the work is so encompassing me, so that I have to leave this place and I go to India. That is his commitment. ഈ രീതിയിൽ ഈ സന്ദേശം താൻ പിതാവിനോട് താൻ പറഞ്ഞില്ല, പക്ഷേ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുകയും എന്നാൽ തന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചു എന്നുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് താൻ അതിൽ നിന്ന് പിന്മാറാതെ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് താൻ ചെയ്തത്. And what about our Midun? മിഥുൻ സഹോദരനെ കുറിച്ച് നമുക്കറിയാലോ. I am reading his testimony. At the age of 21 years, he has decided that he has to go for work, and many times he has told before us, and one of the elders of the church told that Midun, Daivam വിളിച്ചാൽ പോവോ അങ്ങനെ ചോദിച്ചതായിട്ടും then he told yes, I will go. 21 വയസ്സിലാണ് താൻ ആ തീരുമാനമെടുക്കുന്നത്. തന്റെ സഭയിലെ ഒരു മൂപ്പൻ തന്നോട് ചോദിച്ചു, ദൈവം നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ നീ പോകുവാനായിട്ട് തയ്യാറാണോ എന്ന് ചോദിച്ചു. താൻ അതിന് യെസ് പറയുകയും താൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു. At the age of 21 years he left this place and landed in Garo. കാർബിയിലെ ആസാമിലെ കാർബി എന്ന് പറയുന്ന ദേശത്തേക്ക് 21 വയസ്സിൽ താൻ അവിടെ എത്തിച്ചേരുകയാണ്. How many years passed now? എത്ര വർഷം ഇപ്പോൾ കഴിഞ്ഞു? Almost all 2 decades.
ഏകദേശം 20 വർഷം. Again, we are hearing some news, and small evidences are roaming around our small kid name. ഒരു മകള് നമുക്ക് അവിടുത്തെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരു കുഞ്ഞ് ഇവിടെ ആയിരിക്കുന്നല്ലോ, നമ്മൾ ആ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. There's so many things that is because why I'm telling is God has given the responsibility for each and every believer to spread his news and spread the gospel for the unknown areas. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ദൈവവചനം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നാം അത് എത്തിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ഉത്തരവാദിത്തമായാലേ പറ്റത്തുള്ളൂ. Because there's so many challenges that we are facing nowadays in our churches, in our personal lives, in our family lives, in the assembly lives. ഒരുപക്ഷെ സഭാ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ മറ്റു പല പ്രയാസങ്ങളും വെല്ലുവിളികളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഈ കാലയളവിൽ. But the God's work is not going to stop. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തനം ഒരിക്കലും നിൽക്കുവാനായിട്ട് It's പോകുന്നില്ല. never going to be a stop work. This is unending work. അത് ഒരിക്കലും അവസാനിക്കുവാനായിട്ട് പോകുന്നില്ല. ഏത് സാഹചര്യം വന്നാലും അത് ഒരിക്കലും തീരുന്ന പ്രവൃത്തിയുമല്ല. Just a farmer has to depend completely on God, and he has to do the hard work. ഒരു കൃഷിക്കാരൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഠിനമായിട്ട് അതിനെ അധ്വാനിക്കുന്നത് പോലെ നാം അധ്വാനിക്കാം. And the 1 Corinthians chapter 9 says, we just 1 കൊരിന്ത്യർ 9-ാം അധ്യായം verse 10. അതിന്റെ 10-ാമത്തെ വാക്യം. അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ, അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് അത്രേ. What the writer here, the Holy Spirit says that because the plowman should plow with a hope, and the thresher thresh with the hope of sharing in the crop. കേവലം അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകും. The work of farmer, he has to do the work. Finally, he is doing his work with a hope of reaping the benefits. ഈ കൃഷിക്കാരൻ കൃഷി ചെയ്യുന്ന സമയത്ത് അവൻ വളരെ പ്രത്യാശയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ വേണം തന്റെ ജോലി അവിടെ നിവർത്തിക്കുവാനായിട്ട്. How long he has to wait for it? എത്ര നാൾ അവൻ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ട് വരും? Is there any time limit for waiting the result should come? ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എത്ര നാൾ അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും? What the word of God says. എന്താണ് ദൈവവചനം പറയുന്നത്? I will give a reference, James chapter 5 verse 7. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ കാണുന്നു, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിക്കുവിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. Not only that, the link, one more verse is Corinthians, 1 Corinthians chapter 15 verse 58. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുവാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. How the word says, it's a word of big hope for each one of us. ഈ വാക്യങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്ന വാക്യങ്ങളായിരിക്കുന്നു. Big hope that be steadfast, immovable, always abounding in the word of God, Lord, knowing that the Lord, your labor is not in vain. Your hard work is not going to waste. നിങ്ങളുടെ കഠിനാധ്വാനം ഒരിക്കലും നിഷ്ഫലമായിട്ട് പോകയില്ല എന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. And this is a great hope that God is giving for each one of the believer who want to plow new lands. പുതിയ നിലങ്ങൾ ഉഴുന്നവർക്ക് ദൈവം നൽകുന്ന പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വാക്തത്വം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. And God says that how can we achieve this? Because Timothy, if you read that, in season and unseason, go on preach. 1 തീമോഥെയോസിൽ പൗലോസ് പറയുന്നതും അത് തന്നെയാണ്, നിങ്ങൾ സമയത്തും അസമയത്തും നിങ്ങൾ ഒരുങ്ങിയിരിക്കണം എന്നുള്ളത്. Preach the gospel again and again. ദൈവത്തിന്റെ വചനം പിന്നെയും പിന്നെയും നിങ്ങൾ പ്രഘോഷിക്കുക. Pray for each one of them again and again. അവർക്ക് വേണ്ടിയിട്ട് ആ ദേശത്തിലെ നിവാസികൾക്ക് വേണ്ടി പിന്നെയും പിന്നെയും പ്രാർത്ഥിക്കുക. At the same time, the missionaries has given a model or a
great examples for themselves when they are working in particular areas. ഈ നാം പറഞ്ഞ ആ മിഷണറിമാരൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ ഉദാഹരണങ്ങളായിട്ട് നമുക്കായിരിക്കുന്നു. At the same time, we have to be like them in wherever field we are. We have to be models for the others to see that we are living models. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു ജീവനുള്ള സാക്ഷിയായിട്ട് നാം ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. Not only that, word of God says we have to wait with the patience for the eternal treasures that to flow in. നമ്മൾ ദീർഘക്ഷമയോടുകൂടി ആ കർത്താവിന്റെ വലിയ നടത്തിപ്പിനായിട്ട് അല്ലെ പ്രത്യക്ഷത വരെ നാം ദീർഘക്ഷമയോടെ ഇരിക്കുവാനായിട്ടാണ് വചനം And there is a catch or a warning that you become impatient in between, that the result won't come. ഒരുപക്ഷെ ഫലം ലഭിക്കാത്തതിൽ ഒരുപക്ഷെ നാം അക്ഷമരായിട്ട് തീരുവാനായിട്ടുള്ള സാധ്യത ഇതിനുണ്ട്. If we patiently wait, the result will be imperishable things or eternal things that will come if we wait for His guidance and His words. നാം ദൈവവചനത്തിലും ദൈവത്തിന്റെ നടത്തിപ്പിനുമായിട്ട് കാത്തിരുന്നുകൊണ്ട് ദീർഘക്ഷമയോടെ ഇരുന്നു കഴിഞ്ഞാൽ നശിക്കാത്ത നശ്വരമായിട്ടുള്ള അല്ലെങ്കിൽ നശിച്ചു പോകാത്ത നിത്യതയുള്ള ഫലങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. Remember, God says that preach again and again, pray again and again. We have to stand as examples for others, and we have to wait and wait for His eternal treasures to come in. പിന്നെയും ദൈവവചനം പ്രഘോഷിക്കുക, പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിത്യതയോളം ദൈവത്തിന്റെ സന്നിധിയിൽ ദീർഘക്ഷമയോടെ ആയിരിക്കുക. And we have to be passionate for the Christ, His gospel, His work, spiritual work. നാം കർത്താവിന് വേണ്ടിയിട്ട്, കർത്താവിന്റെ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് അഭിനിവേശമുള്ളവരായിട്ട് നാം മാറണം. This is the one of example for the fallow ground when we want to open up the new grounds. ഇതാണ് ഒരു ഉദാഹരണം. പുതിയ മേഖലകൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ ഈ രീതിയിൽ നാം ആയിരിക്കണം. When I am searching for the second type of fallow grounds where already some cultivation has happened, but after some time we have left out, or we are left from the word of God, or living the way of God. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരിക്കൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൃഷി പ്രദേശം നാം ഇപ്പൊ ഉപയോഗിക്കാതെ വെറുതെ തരിശുതലം ആയിട്ട് കിടക്കുന്ന പ്രദേശം. Because some of the things like there is fallow grounds has already some cultivation has happened, but now no cultivation has happened. That means spiritually, when we have experienced the presence of God, and after some time we are left out. ഒരു സമയത്ത് ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ വർക്കുകളും ഒക്കെ നടന്നിട്ടുള്ളതായിരിക്കാം. എന്നാൽ ഇപ്പൊ ഒന്നുമില്ലാതെ കിടക്കുന്ന particularly such type of lands requires the double hard work. ആ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇരട്ടി അധ്വാനം നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരും. At the same time, it may offer lot of resistance for change also. ഒരുപക്ഷെ അതിനെതിരായിട്ട് അനേക പ്രതിസന്ധികളും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. And we know that after cultivation, some of the lands become waste or without any fruitfulness, or saltiness, or some other areas do come in. ഒരുപക്ഷെ ചില നിലങ്ങൾ കൃഷി ചെയ്തിട്ട് ഫലപുഷ്ടി ഇല്ലാത്ത മണ്ണുകളായിട്ട് ആ നിലങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നിരിക്കാം. And there is a warning that Christ has given in the example Matthew chapter 12 verse 43 to 45. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 43 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു വന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. Is it so much similarity? ഇത് നാം ചിന്തിച്ച കാര്യവുമായിട്ട് യോജിച്ചു നിൽക്കുന്ന കാര്യമാണോ? Very similar verse is Hebrews chapter 6 verse 4 to 8. എബ്രായ ലേഖനം 6-ാം അധ്യായത്തില് 4 മുതൽ ഉള്ള വാക്യങ്ങളിലും ഇത് നാം കാണുന്നുണ്ട്. It is impossible in the case of those who have once been enlightened, who have tasted the heavenly gift and have shared in the Holy Spirit, and have tasted the goodness of the word of God and the powers of age to come, and then have fallen away, to restore them again to repentance,
since they are crucifying once again the Son of God to their own harm and holding him up to contempt. For the land that has drunk the rain that often falls on it and produces a crop useful to those for whose sake it is cultivated receives a blessing from the God. But if it is bears thorns and thistles, it is worthless and near to be being cursed, and it is ends is to be burned. 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ മാത്രം വായിക്കുന്നു. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. It is a warning. അതൊരു മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. So it is like somebody who is already tasted the word of God and enjoyed the benefits, everything, that simply living, it's a warning for them. But at the same time, there is a hope also. They can come back at any point of time. ഒരു പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം അവൻ ആസ്വദിക്കുകയും അതിനെ നിന്ന് ശക്തി പ്രാപിക്കുകയും ചെയ്തതിനു ശേഷം അവൻ പിന്മാറിപ്പോയാൽ അവന്റെ മുമ്പിൽ അതൊരു മുന്നറിയിപ്പായിട്ട് നിൽക്കുന്നു. മാത്രമല്ല അവനൊരു പ്രത്യാശയുണ്ട്, അവന് തിരിച്ചു വരുവാനുള്ള അവസരവുമുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. How much hard it is that the word of God is double-edged weapon. It enters deep into the bones, and it is opens up, and sometime it will give in. നമുക്കറിയാം, ദൈവവചനം എന്ന് പറയുന്നത് ഇരുവായ് തലയുള്ള വാളാണ്. അത് ഏത് സന്ധിപഞ്ചകളെയും തുളച്ചു തെല്ലുന്ന, അത് വെളിവാക്കുന്ന ഒരു ദൈവവചനമാണ് വചനം. Simple example I used to give, that this when this one drop of rain, slowly rain is entering into some of the areas. We have seen in Wayanad, slowly rain is coming over the period of time. It goes slowly under into some of the areas, and suddenly it breaks open and some landslide will come like that. The same thing, if our heart is also so hard enough, but the word of God is such a sharp, it will enter one day, it will break the hardest rocks and they will cave in. നമുക്കറിയാം, വയനാട് പോലുള്ള പ്രദേശത്ത് സംഭവിച്ച കാര്യം. ചെറിയ മലത്തുള്ളികൾ ആ മലകളിലും അല്ലെങ്കിൽ പാറയുടെ വിള്ളലുകളിലും വീണ് ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് പൊട്ടി അതൊരു വലിയ മണ്ണൊലിപ്പായിട്ട് തിരിച്ച് വന്ന വിധത്തേക്ക് നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനം. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. അത് വീണ് അത് ഒരു ദിവസം പൊട്ടി അവിടെ നിന്ന് വരുവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫലം ഉളവാകുവാനായിട്ടുള്ള സാധ്യത ആ വചനത്തിനുണ്ട്. That's why even if it is so hard soil, it always our responsibility is to preach, to pray, so that God will open their hearts also for their repentance. ഒരുപക്ഷെ അവർ കഠിന ഹൃദയമുള്ളവരായിരിക്കാം, അവരുടെ ഹൃദയത്തിൽ ഒരിക്കലും ഈ വചനം ലേശത്തില്ല എന്ന് നാം വിചാരിക്കാം. എന്നാൽ ഒരു ദിവസം ഇത് വീണ് അതിന് മാറ്റങ്ങൾ, ദൈവവചനം അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ടിടയായി തീരും. So God tells each one of us and makes each one of us that open up the new fallow grounds, and so that we have responsibility as the disciples of him to pray for everyone, to preach for everyone, to become examples for everyone, and we have to work hard relentlessly for with him by our side. നമ്മുടെ ആ പുതിയ തരിശുനിലങ്ങളെ നമുക്ക് അധ്വാനിക്കാം. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണങ്ങളായിട്ട് നാം ആയിരിക്കാം. കഠിനമായിട്ട് അവരുടെ മുമ്പിൽ അധ്വാനിക്കുക. ദൈവം സഹായിക്കും. That because it is not the responsibility of those Jews or in Jerusalem or Judah, but the present day Jerusalem is the church, individuals of the church, and our responsibility, and we have to respond for the calls that is given in our lives, that we have to go and spread the gospel. ഈ യെരുശലേമിനോടും യഹൂദ നിവാസികളോടും മാത്രമല്ല പറയുന്നത്. നാം ഈ രീതിയിൽ ചിന്തിച്ചാൽ യെരുശലേം എന്ന് പറയുന്നത് ഇന്നത്തെ സഭയാണ്, സഭയിലെ വിശ്വാസികളാണ്. നമ്മൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വാഹകരാകണമെന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേൽ കിടക്കുന്നു. വില്യം കേറി അതിനുവേണ്ടി പ്രതികരിക്കുകയുണ്ടായി. And Midun has responded for the word of God. ആ മിഥുൻ എന്ന് പറയുന്ന സഹോദരൻ അതിനുവേണ്ടി പ്രതികരിക്കുകയുണ്ടായി. And we have seen Jeremiah has responded for 40 years. He has followed each and every direction given by God, and he sacrificed his life and waiting for the great gift that is going to come. യിരെമ്യാ പ്രവാചകനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ 40 വർഷക്കാലം ദൈവം ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ ചെയ്യുകയും അവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നു. When we have listed out the challenges that is coming in our lives in present stage, and all these challenges are the
all the thorns in our life, and it's all the hard grounds or spiritual hardness that is facing each one of a believer. So our responsibility to plow all these difficulties and make them cultivate and make them as a fruitful things. പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന അനേക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ മുമ്പാകെയുണ്ട്. അത് വളരെ പരിപരുത്തതായിരിക്കാം, അത് വളരെ കട്ടിയുള്ള പ്രദേശങ്ങളായിരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ആ കട്ടിയുള്ള പ്രദേശങ്ങളെ ഉഴുതുകൊണ്ട് ദൈവത്തിലെ ഫലങ്ങൾ ഉളവാക്കുന്നവരായിട്ട് നാം മാറേണ്ടതായിട്ടുണ്ട്. Let God bless this word. ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.